വാട്സാപ്പിൽ നമുക്കൊരാൾ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ കാണുന്നതിന് മുമ്പ് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. രണ്ട് വഴികളുണ്ട്. ഒന്ന്, നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഇതിനായിട്ട് ഒരു സ്പെഷ്യൽ സെറ്റിംഗ്സ് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്താണ് അവർ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈലിൽ ഇല്ല എങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയും നമുക്ക് ഇവർ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫേസ്ബുക്കിലാണ് അല്ലെങ്കിൽ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ എനേബിൾ ആക്സസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ എനേബിൾ നോട്ടിഫിക്കേഷൻസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ മാനേജ് നോട്ടിഫിക്കേഷൻ എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സെറ്റിംഗ്സുകളൊക്കെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ കാണിക്കും. മെസ്സേജുകളൊന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല. ഞാൻ ഇതിൽ നിന്നും ബാക്ക് വരികയാണ്. ഇതൊക്കെ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി എൻ്റെ വാട്സപ്പിലേക്ക് മറ്റൊരു മൊബൈലിൽ നിന്നും ഞാൻ മെസ്സേജ് അയക്കുകയാണ്. ഇവിടെ ഒരു ലോങ് ഹായ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അയച്ച ഉടനെ തന്നെ ആ ഒരു വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു മൊബൈലിൽ നിന്നും ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഡിലീറ്റ് ചെയ്തു. ഉടനെ തന്നെ ആ വാട്സാപ്പിൽ നിന്നും മെസ്സേജ് പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ വീണ്ടും മറ്റൊരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഒരു ലോങ് ഹലോ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തു. അതും നോട്ടിഫിക്കേഷൻ അവിടെ വന്ന് കാണാൻ സാധിക്കും. ആ വാട്സാപ്പ് ഞാൻ തുറക്കുന്നേ ഇല്ല. വീണ്ടും ഇവിടെ നിന്നും ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ട് അതും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ വാട്സാപ്പിൽ നിന്നും വീണ്ടും ആ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വാട്സാപ്പ് ഒന്ന് തുറന്ന് നോക്കാം. ആ വാട്സാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെയാണ് കാണിക്കുക. രണ്ട് മെസ്സേജും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ആ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ആ രണ്ട് മെസ്സേജും ഇവിടെ വന്നിട്ടുണ്ട്. എത്ര മണിക്കാണ് അയച്ചത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കും. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഇല്ലാതെ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അത് നമുക്കൊന്ന് നോക്കാം. എല്ലാ മൊബൈലിലും ആ സെറ്റിംഗ്സ് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത്. ഞാനിതാ ഇതിൽ നിന്നും ബാക്ക് വരികയാണ്. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആൻഡ് ക്വിക്ക് സെറ്റിംഗ്സ് എന്ന ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ സെറ്റിംഗ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന ഭാഗം കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ ഈ സെറ്റിംഗ്സ് കാണുന്നില്ല എങ്കിൽ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ ഓപ്ഷൻ കിട്ടും. അത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇതിൽ നിന്നും ബാക്ക് വരികയാണ്. എന്നിട്ട് വീണ്ടും എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് ഇവിടെ അയക്കുകയാണ്. ഞാനിവിടെ കുറച്ച് കീവേഡുകൾ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഇവിടെ കുറച്ച് കീവേഡുകൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ സെൻഡ് കൊടുക്കുകയാണ്. സെൻഡ് കൊടുത്ത ഉടനെ തന്നെ കണ്ടോ, ഇവിടെ ആ വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാനിവിടെ വീണ്ടും ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്ത് ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, കണ്ടോ, ആ ഒരു വാട്സാപ്പിൽ നിന്നും മെസ്സേജ് ഇവിടെ നോട്ടിഫിക്കേഷൻ പോയിട്ടുമുണ്ട്. ഇനി വാട്സാപ്പ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജും ഡിലീറ്റ് ആയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഞാൻ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് ക്വിക്ക് സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. ഇവിടെ മോർ സെറ്റിംഗ്സ് എന്ന ഭാഗം ഞാൻ വീണ്ടും സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി തുറന്നു നോക്കുമ്പോൾ കണ്ടോ, ആ ഒരു മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും. കുറച്ച് കീവേഡുകൾ ഇവിടെ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തത് കാണാൻ സാധിക്കും. ഏത് ടൈമിലാണ് അവർ മെസ്സേജ് അയച്ചത് എന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ രണ്ട് മെത്തേഡിലൂടെ വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ച് ഡിലീറ്റ് ചെയ്തത് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക. ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ് ഒന്നും നമുക്ക് അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. എന്തു തന്നെയായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.